ഇന്ന് 5 ജൂൺ ബുധനാഴ്ച ആണ്. നല്ല കുരുവിയല്ലേ, നല്ല കുരുവി. ടൈം എത്രയായി? ടൈം 9:11. അപ്പോൾ നമുക്കൊരു 9:40 ആകുമ്പോൾ അവിടെ എത്താം. സൗണ്ട് പോ. ക്ലൈമറ്റ് എത്ര നോക്കണോ? 7:30 19 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ 22 ഡിഗ്രിയാണ് ഇപ്പോൾ ഗൈസ്. ഉണ്ടായിട്ട് 255. $2550 പ്ലസ്. $5350. 350. കുട്ടികൾ ഹലോ ഹലോ. ഇരുന്ന്
Try. Come on, dude. Come on, dude. Not Robert Wood. Count. Go. Transfer.
6297. ആയില്ലേ? മോട്ടോർ പ്രൈമറി ഉണ്ടല്ലോ. ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവനോട്. ഞാനിപ്പോൾ ഞാൻ അവനോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത ഉടനെ തന്നെ ഞാൻ എനിക്ക് അയച്ചു കേട്ടോ. ഇനി കാട് വെട്ടണല്ലോ. അവരെന്താ വെട്ടാതെ വെക്കണത്? ആളില്ലേ? ഇവിടൊക്കെ കുറേ സ്ഥലത്ത് കാട് വെട്ടണം.
ഇപ്പം ഇന്നത്തെ ന്യൂസ് എന്താണെന്നുള്ള കേൾക്കാം. 24x7. അറിയില്ല, ചിലപ്പോഴേ എൻട്രൻസിന്റെ സ്ട്രെസ് ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ചുക്ക് കാപ്പി കുടിക്കും. അതെ, രാത്രി അധികം വൈകാതെ വന്നോ. ഹലോ, തുമ്മി കേമോ നാച്ചോ, തുമ്മി കേമോ നാച്ചോന്ന്. ചതുപാതിക്ക് ബംഗാളി മനസ്സിലാക്കി. മനസ്സിലായി. ഉച്ച മുതൽ തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. തല്ലുകൊള്ളുമ്പോ കരയാനുള്ള ബംഗാളിയെങ്കിലും പഠിച്ചു വെച്ച ചതുപാതിയായി. ഭയങ്കര ലോഡ് സ്നേഹം ഞാൻ പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിനി ബംഗാളിയെ ജീവിക്കാനാണോ ഉദ്ദേശം? കുറച്ചാലും മാത്രം. ഈ മോനൊരു മലയാളിയായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ നിമിഷം ഞാൻ സത്യം പറയും. മിക്കവാറും അതാവും തന്റെ അവസാനത്തെ നിമിഷം. കുട്ടി പേടിപ്പിക്കാൻ നോക്കണ്ട, ചതോപാധ്യ കുലിങ്ങില്ല. സോറി, അതിവിടെ തുമ്മിയ. 24/11. Adobe Acrobat AI Assistant is super helpful because it allows me to read through everything that I don't need and get to what is inspiring. And it's ഇതാണ് എന്നിലുള്ള വിശ്വാസം, എമൗണ്ട് ആയിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് പൈസ ചോദിക്കാറുണ്ട്, അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, 12,120 QR ഒക്കെ ഇങ്ങനെ അയച്ചു തരും. കാരണം പൈസ എന്നൊക്കെ പറഞ്ഞാൽ, പൈസ ഒക്കെ പറഞ്ഞാലല്ല, നമ്മളൊരാളോട് ഒരു കടം ചോദിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യണം? ഡേറ്റ് പറയണം. ഡേറ്റ് പറഞ്ഞിട്ടാണ് ചോദിക്കേണ്ടത്. അല്ലാതെ വേറെ ഏതെങ്കിലും രീതി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡേറ്റില്ല. എപ്പോഴാണ് തിരിച്ച് കിട്ടാന്ന് തന്നെ അവർക്ക് ഐഡിയ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ആ ഡേറ്റിന് പറ്റില്ലെങ്കിൽ അതിന് മുമ്പേ എന്ത് ചെയ്യണം? പറയണം. എന്ത് പിന്നെ കുറച്ചൊരു ടൈറ്റാണ്. അല്ലാതെ നമ്മൾ കടം കൊടുത്ത ആൾ പൈസ ഓർമ്മിച്ച് വെക്കുക, കടം കൊടുത്ത ആൾ ചോദിക്കുക. അന്നത്തെ ലോകം അതാണ്. എന്താ ചെയ്യുക? ഞാനിവനോട് ഇപ്പോൾ ഒരു വർഷം 2 വർഷം, 1 വർഷത്തിന് കൂടുതലായി ഇങ്ങനെ ചോദിക്കുന്നത്. എനിക്കിങ്ങനെ അയച്ചു തരാറുണ്ട്. 20 ചോദിക്കും, കാര്യം കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഡേറ്റ് പറയും. ഇതൊന്നും നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കരുതേ, റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നൊന്നും. കാരണം എനിക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ സമയത്ത്. 1 ലക്ഷം ചോദിച്ചപ്പോൾ അത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെയെന്നാണ്, അതുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെയെന്നാണ് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ എനിക്ക് മനസ്സിലായി, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ
അല്ലെങ്കിൽ നമുക്ക് വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പാരൻസ്, വൈഫ്, സിസ്റ്റേഴ്സ് ഇവരല്ലാതെ വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ക്യാഷിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ ഏതെങ്കിലും ഒരാളോട് ചോദിച്ചു നോക്ക്, ക്യാഷ് തരില്ല. നമ്മളായിട്ട് ഇങ്ങനെ, അതായത് ചെറിയ എമൗണ്ടൊക്കെ കേട്ടോ, 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു ജോലി കിട്ടിയിട്ട് ഉടനെ ഞാൻ ഏറ്റവും ആദ്യം തീർക്കൽ കടമാണ്. അതും വലിയ ടൈം വെക്കാറില്ല. ഇനി അഥവാ എന്തെങ്കിലും കേസിൽ നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ കേസ് മാത്രമാണ് കുറച്ച് നീങ്ങിപ്പോയത്. അത് ഈ കല്യാണ ആവശ്യത്തിന് തന്നെ. പിന്നെ എനിക്ക് ചോദിക്കാൻ മടിയായി. അങ്ങനെ കുടുംബക്കാരോട് ചോദിച്ചിട്ട് വെറുതെ നാണം കണ്ടില്ല. അത്താത്തനോട് അമ്മായി ത്രൂ ചോദിച്ചപ്പോൾ അവരെനിക്ക് അയച്ചു തന്നു 50. ഞാനതിനുള്ള കൂടിയത് കൊടുത്തു അങ്ങനെയല്ല, അവർ പിന്നെ അത്യാവശ്യം വന്നപ്പോൾ അതിൻ്റെ ഇരട്ടി കൊടുത്ത് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. മീൻസ് കടമായിട്ട് തന്നെ ഒരാൾ സഹായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതങ്ങനെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഖത്തറിലെത്തിയ സമയത്ത് എന്തോ ചെറിയൊരു ടൈറ്റുള്ള സമയത്ത് എന്തായി, വീണ്ടും പിന്നെ അപ്പോൾ അതിൻ്റെ മുമ്പ് എക്സ്ചേഞ്ച് ചോദിച്ചു. ഇനി അഥവാ അവർ ചെറിയ ടൈറ്റിന് തന്നെ ഞാൻ എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കും. അല്ല അതിൽ വേറെ എക്സ്ക്യൂസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയില്ല. ഇത് പൈസ കൊടുത്ത ആൾക്കാർ ഇന്നത്തെ ലോകം അതാണ്, എന്താ ചെയ്യുക. ടാങ്കർ ഓക്കെ. അപ്പം നമ്മൾ ന്യൂസിലേക്ക് കടന്നില്ലല്ലോ ആർച്ചാനെ, ന്യൂസ് കേട്ടില്ല. എന്താ ഇവിടെ ക്ലീൻ ചെയ്യുക. ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുക, ഒരു 10 മിനിറ്റുള്ള ഓഫീസിലെത്തും. അതല്ലാണല്ലോ. ഹലോ, ഹലോ, വാലേക്കും അസ്സലാം. അയ്യോ, ക്ലോസ് ചെയ്യാൻ പോവാ? ഇല്ല, ആരോടും പറയണില്ല. ഇതിന് ചിലപ്പോൾ മിക്കവാറും ഹെഡ് ഓഫീസിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ആക്കിയിരിക്കും അല്ലേ? ഹലോ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഒന്ന് ക്രോസ് ചെയ്യട്ടെ, ഒരു സീബ്ര ക്രോസ്. ഒറ്റ മിനിറ്റ്. ഓക്കെ. അപ്പോൾ പിന്നെ മിക്കവാറും ട്രാൻസ്ഫർ ആക്കിയായിരിക്കില്ല, പിന്നെ ഹെഡ് ഓഫീസിലേക്ക് അങ്ങനെ ട്രാൻസ്ഫർ ഇല്ലേ? പിന്നല്ലേ നമ്മളെ ഓണേഴ്സ് എല്ലാ വർഷവും ഇനി മുതൽ ഇവിടെ ഈ ആയുർവേദിക് ക്ലിനിക്കിൽ വരുന്നുണ്ട്. അങ്ങനെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ പ്രാവശ്യം നെക്സ്റ്റ് ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും വരിക.
ഞാൻ എന്തിനാണെന്നറിയോ അങ്ങനെ പറയണേ, അതായത് ഇപ്പം എൻ്റെ LMI തന്നെ ഞാൻ അല്ലല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാം, പിന്നെ ഇങ്ങനെ സംസാരത്തിൽ കുറേ ആൾക്കാർക്ക് ഓക്കെ അവരെ ഹയർ ചെയ്യുമ്പം ബിസിനസ്സിന് വാല്യൂ ഉണ്ടാവുമോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാവും. LMI ആണോ? മാറിയെടുക്കാം, അവർ സപ്പോർട്ട് ചെയ്യോ? അത് ഇമിഗ്രേഷൻ ലോയറൊക്കെ $20,000. പോയി ഓക്കെ. അത് ഫൈനലി അവരോട് പറയുന്നത് ഈ പയ്യനോട് ഫൈനലി അത് പറഞ്ഞത് ഇത് ടെമ്പററി അത് ഇനിയിപ്പം വിസിറ്റിംഗ് വിസറ്റാണോ അവരടിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ ജോലിക്ക് തന്നെയാണോ കയറുന്നത്? അങ്ങനെ ഓക്കെ. റിസ്ക് ഓക്കെ. ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഒന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കേട്ടതാട്ടോ, എനിക്ക് ഒന്നാമത് ഇങ്ങനെയുള്ള ബിസിനസ് കണക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. ഒന്നാമത്തത്. രണ്ടാമത് ലോയേഴ്സ് ടു അതെ, അറിയുന്ന ആൾക്കാർ. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇവിടെ അധികം ലോയേഴ്സാണ് പറയുന്നത്. ഈ സ്റ്റുഡൻസിനൊക്കെ PR കിട്ടാൻ എത്രയാണെന്നറിയാം അവർ പറയുന്നത്, $20,000. പിന്നെ LMI ഉണ്ടെങ്കിലും കിട്ടാൻ എത്രയാണെന്നറിയോ, 6,000 ലോയറിന് കൊടുക്കണം. ഇപ്പോൾ ഞാൻ LMI എനിക്ക് പ്രൈമറി അപ്ലിക്കൻ്റായിട്ട് വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ LMI ഒരു വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ LMIൻ്റെ ഡോക്യുമെൻ്റ് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു തഞ്ചം കിട്ടുമ്പോൾ ഇങ്ങനെ ചോദിക്കണം എന്ന് വെച്ച് നിൽക്കുകയാണ് ഞാൻ. ഇങ്ങനെ ഒരു നല്ലൊരു സന്ദർഭം കിട്ടുമ്പോൾ ഏതെങ്കിലും സമയത്ത് പോയി ചോദിച്ചാൽ ചിലപ്പോൾ നോ എന്ന് പറയുമല്ലോ. അത് അവരെ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണല്ലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു മയം കിട്ടുമ്പോൾ പെട്ടെന്ന് ചോദിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അവരോടെ. ഇല്ലെങ്കിൽ ഞാൻ ചിന്തിച്ച വഴി എന്താണെന്നറിയോ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കമ്പനീനോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരില്ല, ഈ കമ്പനി കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ ഇവർക്ക് ആവശ്യത്തിനും കൂടുതൽ പൈസ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഗതികളൊന്നും അവർ എടുക്കില്ല. കുറേ സ്റ്റാഫൊക്കെ ഉള്ളതല്ല, അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ കരുതിയ വേറൊരു വഴി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ബിസിനസ് എന്താ, നമുക്ക് അറിയാത്ത പോലെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അപ്പോൾ അവർക്ക് അല്ല ചെയ്യൂ. കാരണം ഇപ്പോൾ ഒരാൾക്ക് ഓക്കെ, കാരണം ഇവിടുത്തെ രീതി ഉണ്ടല്ലോ, ഇവിടുത്തെ ഇപ്പോൾ സിസ്റ്റം പോകുന്നത് എന്താ, ഇപ്പോൾ ആബിദ് ഇവിടെ ആണെങ്കിൽ അടിപൊളിയായിട്ട് ഇവർക്ക് സംഗതികൾ, ഇന്ന സജഷൻ, ഇന്ന കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇതുപോലും ലോക്ക് ചെയ്യുന്നില്ല. മന്ത്ലി പോലും ലോക്ക് ചെയ്യുന്നില്ല. എന്തെങ്കിലും സജഷൻ പറയുമ്പോൾ അതവർ വാല്യൂ ചെയ്യുന്നില്ല. IT എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടൊരു SFIP എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അതൊക്കെ ഇനീഷ്യൽ ടൈമിൽ സെറ്റപ്പ് ചെയ്യുന്നതാണ്. അതൊക്കെ $100 പെർ മന്ത്. അത് പറയുമ്പോൾ അവരോട് എന്തിനാ അത് ചാർജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പല സേവനങ്ങളും ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാനും ഇത് ചെയ്യുന്നതാണ്, IT കാര്യങ്ങളൊക്കെ. ഞാനും ആൾക്കാർക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണ്, എൻ്റെ അടുത്ത് നിന്ന് വിട്ടു പോകാതിരിക്കാൻ. പക്ഷെ ഇവരൊന്നും നമ്മൾ പറയുന്ന സജഷനൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ ഇവിടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇവരോട്
അക്കൗണ്ട്സ് മീറ്റിംഗ് ഒക്കെ എല്ലാ ആഴ്ചയും തുടങ്ങിയേ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് നിങ്ങൾ അക്കൗണ്ടിങ് സിസ്റ്റം ഫയൽ സിസ്റ്റം പിന്നെ എന്താ പറയുക കറക്റ്റ് അല്ലാന്ന്. അപ്പോഴാണ് ഇവിടെ 5 വർഷമായിട്ടുള്ള ബംഗ്ലാദേശി പയ്യന് പറയണത് അത് ഞാനും വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇവരൊന്നും വായി തുറക്കില്ല, പൈസ വാങ്ങുക പോവുക. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു കുറച്ച് പ്രായമായ ഒരാളുണ്ട് കേട്ടോ. പ്രായം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് തന്നെ, അവനേത് 50 വയസ്സിട്ടുണ്ട്. അവൻ പറയാം ഇത് ഏജസ് ആയിട്ട് തുടർന്ന് പോകുന്ന ശീലമാണ്, അതുകൊണ്ട് അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഏജസ് ആയിട്ട് തുടർന്ന് പോകുന്ന ശീലം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരെല്ലാം ഏജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ അതെ, അങ്ങനെയൊക്കെയാണ്. കേൾക്കുന്നുണ്ട്. ഞാൻ ഓഫീസിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഗതി. അപ്പോൾ ഇപ്പം ഇങ്ങനെ അവർ ചികിത്സക്ക് വേണ്ടി പോകുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ അറിയാത്ത പോലെ ഇങ്ങനെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് ഓണേഴ്സിന് എപ്പോഴും ഓക്കെ ഇയാളെ ഹയർ ചെയ്യുമ്പോൾ വർത്താന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെന്തായാലും ഹയർ ചെയ്യില്ലോ. ഞാനതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഓക്കെ. ഇപ്പോൾ ഈവനിങ് 6 PM ആണ്. വെതർ കുറച്ചൊരു ചൂടുണ്ട്, ഒരു 22 ആയിരിക്കും എന്ന് തോന്നുന്നു. ചെക്ക് ചെയ്യണം. 5:58. ഡേറ്റ് 5th അല്ലേ? ഞാൻ ഇന്നൊരു വെബ്സൈറ്റ് കണ്ട്, എന്നെ റീൽസിൽ കണ്ടതാണ്. ifixit.com. ifixit.com. അപ്പോൾ ഇതിൽ ഈ സൈക്കിൾ നോക്കണം, ഇങ്ങനെ സൗണ്ട് വരുന്നത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളത്. അതൊക്കെ ഉണ്ടാവുമോ? ഈ സൗണ്ട്, ഈ സൗണ്ടിനൊക്കെ ഇംഗ്ലീഷ് എന്താ പറയുക? ഗിർഗിർ സൗണ്ട് അല്ലേ? ഓക്യുപ്പൻസി അവൈലബിൾ ആണ്. എനിക്ക് വേണം. ആ കുട്ടി റൂൾസ് അനുസരിച്ച് ഇതിലൂടെ റോഡിലൂടെയാണ് പോണേ. ഹെൽമെറ്റ് ഇട്ടൂടെ? ചൊൽപ്പടിക്ക് നിർത്താനല്ല, പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തരുന്ന ആ നിശ്ചയമുള്ള 5 മന്ത്രിമാരെ എനിക്ക് തന്നാൽ മതി. ഇപ്പോഴും ഞാൻ പറയുന്നു, 10 വകുപ്പുകളുടെ പിന്തുണ എനിക്ക് തൃശ്ശൂരിനെന്നല്ല കേരളത്തിന് മൊത്തം വേണം. കേരളത്തിൽ മൊത്തം ഈ ഇത്രയും വകുപ്പുകളുടെ വികസനം 10 വകുപ്പുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആൾക്കാരെ എനിക്ക് കിട്ടിയാൽ മതി. ചൊൽപ്പടി എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കാണെന്ന് എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞത്. ഒന്നും വേണ്ട, എനിക്ക് ശക്തമായ സ്വാധീനം ചെലുത്തി ജനപക്ഷത്തേക്ക് നൽകലുണ്ടാകുന്നതിന് വേണ്ടി മന്ത്രിയാവണ്ട ഈ മന്ത്രിമാർ പറഞ്ഞു തന്നാൽ കാര്യങ്ങൾ ചെയ്തു തന്നാൽ ഒരു പക്ഷപാതം, ഒരു പ്രീണനവുമില്ല, ഒരു ദുഷ്ടലാക്കമില്ലാതെ എന്താണ് ആവശ്യമെന്നുള്ളത് ഞാൻ അവിടെ എത്തിച്ചു.
ഓ ട്രൈബൽ ടൂറിസം ഉണ്ട് നമുക്ക്, അത് വരണം. ഒന്ന് ട്രൈബൽ ടൂറിസം, ട്രൈബൽ വകുപ്പ്, രണ്ട് കേരളത്തിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി സഹകരിച്ചാൽ വരും. അദ്ദേഹത്തിൻ്റെ അടുത്ത് 2016 മുതൽ ആവശ്യപ്പെടുന്നതാണ്. പക്ഷെ അതിന് മാത്രം പുള്ളി വഴങ്ങത്തില്ല. പ്രാദേശിക ചിന്താഗതി പോകണം. കേരളമായിരിക്കണം ഭരണകർത്താവിൻ്റെ ഇംഗിതവും ആശയും ആഗ്രഹവും സ്വപ്നവുമെല്ലാം പ്രാദേശികമായി പോകുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈബൽ, നമ്മുടെ പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ട്രൈബൽ, ഒന്ന് ആരോഗ്യം, മൂന്നാമത്തേത് ആരോഗ്യം എന്നല്ല ഞാൻ പറഞ്ഞത്, എയിംസ്. എയിംസ് വരുന്നതോടുകൂടിയുള്ള ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണെങ്കിൽ അതിനകത്ത് നമുക്ക് ഞാൻ കണ്ടിട്ടുള്ള റാസൽ ഖൈമല്ല ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറയും. സലാല സുരേഷ് ഗോപി ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ജയിക്കണമല്ല, ജയിച്ചപ്പോൾ നല്ലതെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആളല്ലേ, നല്ല ആളാണെന്നാണ് പലരും പറയുന്നത്. നോക്കാം, ഒരു തവണ നോക്കാം. 2-3 പ്രാവശ്യം പൊട്ടിച്ചതല്ലേ. ചെയ്യുന്നുവോ അതെങ്ങനെ ആ ജീവിതങ്ങളിൽ മാറ്റമുണ്ടാക്കുന്നുവോ ആ മാറ്റം പൂർണ്ണമായി എത്തും. അതിന് ചിന്താഗതി കൊണ്ട് മാത്രം അതിന് തടസ്സമിടാം എന്ന് വിചാരിച്ചാൽ അത് തെറ്റല്ലേ? അത്
കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഞാൻ കേരളത്തിന്റെ വടമായിരിക്കും. വാഴയല്ല, വടം. 4 എണ്ണമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അതായത് ഒന്നാമത്തേത് ട്രൈബൽ, 6 കൂടി ഉണ്ട്. 4 മെട്രോയുടെ എക്സ്റ്റൻഷൻ. ഒരു ക്രോസ് കണക്ട് ഉണ്ട്. Why get a Google Career Certificate? I went online. I also looked at Google programs. I saw that the Google program. കണക്റ്റിംഗ് പൊന്നാനി NH17, പിന്നെ കൊടുങ്ങല്ലൂർ പോകുന്ന ഇടപ്പള്ളി ഒക്കെ പോകുന്ന റോഡ്, അതുപോലെ തന്നെ ഇപ്പുറത്ത് നാഷണൽ ഹൈവേ 47. ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ ടൗണിൽ ഭയങ്കരമായ സഫിക്കേഷനാണ്. അതൊന്ന് ഈസ് ഔട്ട് ചെയ്യുന്നതിന് തൃശ്ശൂർ വരാൻ ആവശ്യമില്ലാത്തവർക്ക് ചങ്ങരംകുളം പോയി കോഴിക്കോട് പോകാൻ, പാലക്കാട് നിന്ന് വരെ വണ്ടികൾ ഇവിടെ വന്ന് കയറി പോകും. മെട്രോ അങ്ങോട്ട് നേരുമോ സാറേ തൃശ്ശൂരേക്ക്? അല്ല, അങ്കമാലി മെട്രോ ആയോ? അല്ല, ഇവിടെ എത്തി, ആലുവ എത്തി. ആലുവയിലേ എത്തിയിട്ടുള്ളൂ, ബാക്കി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെട്രോ ശരിക്കും കോയമ്പത്തൂർ വരെ പോകണം. എങ്കിൽ മാത്രമേ എന്തായിരുന്നു ഒരു ഉദ്ദേശം മെട്രോയുടെ. ആദ്യത്തെ ഉദ്ദേശം വണ്ടികളുടെ പുകക്കുഴലുകളുടെ എണ്ണം കുറയ്ക്കണം, എൻവയൺമെന്റ് ക്ലിയർ ആക്കണം, എയർ ക്വാളിറ്റി ഇൻഡെക്സ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ഡൽഹി ഇപ്പോൾ ഇവിടെ കൊച്ചിയിലൊക്കെ തന്നെ പലപ്പോഴും മോശമാകുന്നു. ഡൽഹി പോലൊരു സിറ്റുവേഷനിലേക്ക് പലപ്പോഴും എത്തും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും കാർ ഓടിച്ച് പാലക്കാടുന്നോ കോയമ്പത്തൂരിന്നോ ആലുവയിൽ വണ്ടി ഇട്ടിട്ട് ഈ കയറി പോകും? നിങ്ങൾ അതേസമയം അത് തൃശ്ശൂർ ബാലിയേക്കര ടോളിൻ്റെ പുറത്ത് ഒരുപാട് പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ആലുവയിൽ എത്ര വണ്ടി ഇടാൻ പറ്റും? ഈ പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്ന കൃഷിക്ക് യോഗ്യമല്ലാതായി തീർന്നു പോയ 800 ഹെക്ടർ പാടങ്ങൾ കിടപ്പുണ്ട്. അവിടെയെല്ലാം പാർക്കിംഗ് ഗ്രൗണ്ട് വന്നാൽ അതിൻ്റെ ഉടമസ്ഥർക്ക് കഞ്ഞിക്കൊള്ളുകയാണ്. അങ്ങനെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് അവിടെ വരുമ്പോഴത്തേക്കും അതിന് പാർക്കിംഗ് ഫീസ് കളക്ട് ചെയ്യാം. അതിനകത്തുനിന്ന് ടാക്സ് കോർപ്പറേഷന് കിട്ടും. അവിടെ തന്നെ 1000 കാർ പാർക്ക് ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ അവിടെ എത്ര തട്ടുകട വരും, എത്ര പെയിന്റിംഗ് ഷോപ്പുകൾ വരും, എത്ര കാർ മെയിൻ്റനൻസ് ഷോപ്പുകൾ വരും? ഇതൊക്കെ ചിന്തിക്കുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി എത്രയാണ് വർദ്ധിക്കുന്നത്? ഒരു ദിവസം 1000 രൂപ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ കള്ളു കുടിക്കാതെ കൊണ്ട് ചെന്ന് കൊടുക്കാൻ പറ്റിയാൽ ജീവിതത്തിന്റെ നിലവാരമല്ലേ ഉയർത്തപ്പെടുന്നത്? തീർച്ചയായിട്ടും. ഈ ചോദ്യം ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഞാനൊരു സഖാവിനോടാണ് സംസാരിക്കുന്നത്. കാരണം സഖാക്കളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടോ EK നയനാരെ ഇഷ്ടപ്പെടുന്ന? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, കേരളത്തിനൊന്നും തന്നില്ല കേന്ദ്രം. ഇതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ദില്ലി ചെലവിലടക്കം പറഞ്ഞത്. അതായത് കേന്ദ്ര അവഗണനയെ കുറിച്ചാണ്. ആ അവഗണന മാറ്റുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള പഴയ അടുപ്പം അതൊന്ന് കുറച്ചുകൂടി ഒന്ന് ചാലുവാക്കി. മുഖ്യമന്ത്രി എൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിന് വേണ്ടി സംസാരിക്കും. മുഖ്യമന്ത്രിയുടെ ആവശ്യങ്ങൾക്കല്ല, മുഖ്യമന്ത്രിയുടെ ജനതയ്ക്ക് ആവശ്യം എന്താണ് അതിനുള്ള അവകാശം എനിക്കുണ്ട്. രാജവാഴ്ചക്കാല കാഴ്ച പോലെ ഒരു സെക്കുലർ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വസ്ത്രോച്ചാരണ മധ്യത്തിൽ ചെങ്കോൽ പ്രസ്താവന, പിന്നെ അയോധ്യയിൽ രാഷ്ട്രീയ നേതാക്കൾ ആശ്മീൻ്റെ ഒരു അത് കോൺഗ്രസ് മുക്ത രാജ്യമെന്നതിനപ്പുറം പ്രതിപക്ഷമുക്ത ഭാരതമെന്ന ജനാധിപത്യ ആശ്മീൻ്റെ ഡയലോഗ് കണ്ട കാഴ്ചകൾ മഞ്ജുനാഥുമാരുടെ ലജ്ജയില്ലാതെ മോദി പ്രോത്സാഹനമാടിയ പ്രവചന സംഭവങ്ങൾ പ്രശാന്തിമാരുടെ ചാനലുകളിലെ നാണപ്പെട്ട പൊട്ടിക്കരച്ചിൽ ഡെമോക്രസിയുടെ ആനന്ദം കണ്ണീരാണ്. വെറുപ്പിന്റെ ഭീമാകാരങ്ങൾക്കെതിരായ അയാളുടെ പോരാട്ടത്തെ പൊറോട്ട പോരാട്ടം എന്ന് കളിയാക്കിയവരോട്, പമ്പ് വന്ന് കുത്തുകീറിയവരോട് കാൽസ്യം പോലും കാണിക്കാതെ വിശുദ്ധ പുസ്തകം കയ്യിലെത്തിയ മനുഷ്യന്റെ ഇതുവരെ കാണാത്ത ഹൃദയാഴത്തിലെ ഒരു ജനാധിപത്യത്തിലേക്ക് രാഹുലെ എന്നൊരഴകാണ്. ആ പ്രചാരണകാലത്ത് സത്യമെന്ന് താറടിക്കുമ്പോഴും നാക്ക് വിളക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയാത്ത ഈഗോയിസ്റ്റിക് പുച്ഛപ്പരകോടിയിൽ മോദിക്ക് സാക്ഷാൽ വാരണാസി കൊടുത്ത ഭൂരിപക്ഷം കേവലം 1.5 ലക്ഷമെങ്കിൽ റായ്ബറേലിയുടെ ഷഹസാദയ്ക്ക് ഉത്തരേന്ത്യ കൊടുത്ത സ്നേഹപക്ഷം 4 ലക്ഷത്തോളമാണ്. ആഞ്ഞഴിച്ചുവിട്ട വേട്ടപ്പട്ടി കണക്ക് ഏജൻസികൾ ഇറക്കി കൂട്ടത്തോടെ നേതാക്കളെ കൂച്ചുവിലം കിട്ടും. ക്രൂഷ്യൽ സമയത്ത് അക്കൗണ്ടുകൾ കൂട്ടി പിടിച്ചുപറി നടത്തിയിട്ടും അധികാരത്തിന്റെ അധർമ്മപ്പണികൾ അത്രയും നടത്തിയിട്ടും നട്ടല് ഇന്ത്യ സഖ്യം 10.5 മാറ്റ ജേതാക്കളാണ് ജനാധിപത്യ പ്രതീക്ഷ. ആ രാജ്യം ഇതുവരെ കേൾക്കാത്ത പച്ചവർഗീയതയുടെ വിദ്വേഷ നറേറ്റീവുകൾ തീർന്നെങ്കിൽ കന്യാകുമാരിയിലേക്ക് PR കൂട്ടമില്ലാതെ, ക്യാമറ സംഘമില്ലാതെ ഒന്നുകൂടി പോകണം മോദി.
ധ്യാനപ്പാറയിൽ കാതോർത്താൽ കേൾക്കാം വിവേകാനന്ദന്റെ അശരീരി നരേന്ദ്ര ഗാന്ധിയെ പഠിക്ക്. ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ നായാട്ടിന്റെ അങ്ങേയറ്റത്ത് വേട്ടയാടിയിട്ടും വീഴാത്ത വാക്കിന്റെ മൂർച്ച മഹുവാ മൊയ്ത്രയും ജയ് ഭീം എന്നൊരു മുദ്രാവാക്യത്തിൽ വീഴ്ച പിരിച്ചൊരു ചന്ദ്രശേഖർ ആസാദും അമേഠിക്കാർ വീട്ടിലിരിച്ച സ്മൃതി ഇറാനി 5,56,000 ഭൂരിപക്ഷം 1.5 കുറച്ച അജയ് റായ്, അഖിലേഷ് യാദവ്, അയോധ്യ, എന്റെ മഹാരാജ്യമേ നിന്റെ ജനാധിപത്യത്തിന്റെ അപാരമായ മഹാവിസ്മയം മാഞ്ഞുപോയെന്ന് പേടിച്ച ശക്തമണിക്കൂറുകൾക്ക് മാപ്പ്. ആ രാജ്യം പറയാനാണ് അധികാരത്തിന്റെ ആർത്തുകണ്ണ് മൂത്ത് ഔഷധ കൈകൊണ്ട് ഒരിക്കലും ഭരണഘടനയിൽ തൊട്ടുപോകരുത്. ഇരുണ്ട കാലത്ത് കുരിശേറിയ മനുഷ്യപുത്രം നിൽക്കാതിരുന്നിട്ടില്ല. അന്നേ പറഞ്ഞതല്ലേ ഹൃദയ രാജ്യമേ കാത്തിരിക്കൂ, വരുന്നുണ്ട് ജനാധിപത്യത്തിന്റെ പെരുങ്കളിയാട്ടക്കാലം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഗുഡ് ഗുഡ്, കൈയടിക്കണം. പൊളിച്ച ഹാഷ്മി, എന്താ എൻ്റെ രോമൊക്കെ എണീറ്റിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. എൻകൗണ്ടർ ഹാഷ്മി. ഞാൻ ഒരു ഫുൾ വിശകലനം കേൾക്കാൻ 2-3 ദിവസമായി തപ്പണേ. മുഴുവൻ നട്ടോട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദീപ് വാലസ്, എസ് കെ സജീവ് എന്നിവർ ചർച്ചയിൽ സന്ദീപ് അല്പസമയത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ രാഹുൽ ഈശ്വർ വരണേന്നല്ല നേടിയ വലിയ വിജയത്തിന് അവിടെ ഒരു 3 മിനിറ്റ് തരും ഹാഷ്മി. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു യുവജന നേതാവ് എന്ന നിലയ്ക്ക് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റത്തിന് അഭിനന്ദനങ്ങൾ. പക്ഷേ ഇവിടെ എന്താണ് ഇന്ത്യ സഖ്യം ചർച്ചകൾ നടത്തുകയാണ്. അവർ ഏതറ്റത്തും ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷിന്റെയും ഏതാവശ്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് അധികാരത്തിൽ നിൽക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയി തുടരാൻ അവർ ശ്രമങ്ങൾ നടത്തുകയാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ വിജയം പൂർണ്ണമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്ന തർക്കം വേണ്ട, പക്ഷേ ആ വിജയം പൂർണ്ണമായി എന്ന് കരുതണോ? തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, ആദ്യമേ അങ്ങയുടെ അഭിനന്ദനങ്ങൾക്കെല്ലാം നന്ദി. അത് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും മുഴുവൻ മതേതര വിശ്വാസികൾക്കും തെരഞ്ഞെടുപ്പ് ഇഷ്ടപ്പെട്ടു. ഒരു മതേതര ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് തന്ന് അല്ലെങ്കിൽ ഫുള്ള് പോകുമായിരുന്നു. ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് മറുപടിയായിട്ട് വരുമ്പോൾ അങ്ങയുടെ ചോദ്യം ഇന്ത്യ സഖ്യത്തിന്റെ വിജയം പൂർണ്ണമാണോ? വിജയം പൂർണ്ണമാണ് എന്ന് പറയാനായിട്ട് ഞാൻ ഒരു ഫിഗേഴ്സ് ഉപയോഗിക്കുന്നില്ല. ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം, നരേന്ദ്രമോദിയുടെ കുറഞ്ഞ ഭൂരിപക്ഷം, ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയുടെ പേര്, അങ്ങനെയൊന്നുള്ള ഒരു ഡാറ്റയിലേക്ക് പോകുന്നില്ല. ഇന്ത്യ സഖ്യം അത് വിജയം കണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രകടമായ പ്രത്യക്ഷമായ ഉദാഹരണം കുറച്ചു മുൻപായി ഈ രാജ്യത്തെ മുഴുവൻ സമൂഹ മാധ്യമങ്ങളുമായി പ്രചരിച്ചിരിക്കുന്ന നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ്. NDA സഖ്യകക്ഷികളുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹം വരുന്ന വിഷ്വൽസ് അടക്കം മാധ്യമപ്രവർത്തക നിലയിൽ അങ്ങ് കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം ഇന്ന് ആ NDA സഖ്യകക്ഷികളുടെ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒതുക്കവുമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വീഴ്ച. ശ്രീ ഹാഷ്മി, ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ പാർലമെന്റിന്റെ കൂടി ഭാഗമായ രാഷ്ട്രപതി അവർ ദളിതയായതുകൊണ്ട്, അവർ വിധവയായതുകൊണ്ട്, അവർ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവരെ ഒഴിവാക്കി കിരീടവും ചെങ്കോലും വഹിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ മതേതര പാരമ്പര്യങ്ങളെയും കളങ്കപ്പെടുത്തിക്കൊണ്ട് നടന്നുപോയ ഒരു ചക്രവർത്തി കണക്കെ ഉണ്ടായിരുന്ന നരേന്ദ്രമോദിയുടെ ഇന്ന് ശരശയിൽ കിടക്കുന്ന ആ ചിത്രമുണ്ടല്ലോ, ആ ചിത്രത്തിനപ്പുറം എന്ത് വിജയമാണ് ഇന്ത്യ സഖ്യത്തിനായി വേണ്ടത്? താങ്കൾ പറയുന്ന NDA സഖ്യം സർക്കാർ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ അത് പുരോഗമിക്കുകയാണെന്ന് വരുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താ? ആകെ 20-ൽ താഴെ മാത്രം MP-മാരുള്ള തെലുങ്ക് ദേശം പാർട്ടി ചന്ദ്രബാബു നായിഡുവിന്റെ ഡിമാൻഡ് 10 മന്ത്രിമാർ, ഒരു സ്പീക്കർ. ജനതാദൾ യുണൈറ്റഡിന്റെ ഡിമാൻഡ് 3 മന്ത്രിമാർ, അതിൽ തന്നെ ആഭ്യന്തരം അല്ലെങ്കിൽ ധനകാര്യം നിർബന്ധം. ഇന്ത്യയുടെ ഡിമാൻഡ് 10-ൽ താഴെയാണ്, ഒറ്റ സംഖ്യയിൽ MP-മാരുള്ള ആളാണ്. ഇന്ത്യയുടെ ഡിമാൻഡ് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം, 2 സഹമന്ത്രി, കേന്ദ്രമന്ത്രി നഗരവികസനവും ഗ്രാമ വികസനവും വേണം, 3 നിർബന്ധം. LJP തുച്ഛമായ MP-മാരുള്ള LJPയുടെ ഡിമാൻഡ് ഒരു മന്ത്രി, ഒരു സഹമന്ത്രി. അങ്ങനെ എത്ര MP-മാർ, വിരലിലെണ്ണാവുന്ന MP-മാരുള്ള സഖ്യകക്ഷികളെല്ലാം ആ വിരലിലുണ്ടാവുന്ന MP-മാർക്ക് എല്ലാവർക്കും മന്ത്രിസ്ഥാനം ചോദിക്കുന്ന തരത്തിലേക്ക് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ പറയുന്ന തരത്തിലേക്ക് NDA യോഗത്തിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി അങ്ങനെ അവരുടെ സഖ്യകക്ഷികളെ കൊണ്ട് തന്നെ പറയിക്കുവാൻ കഴിഞ്ഞതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ വിജയം. ഇത് ഒരു ഏകാധിപതിയുടെ, ഇതൊരു സ്വേച്ഛാധിപതിയുടെ, ഇതൊരു ജനാധിപത്യ വാഴ്ചയെ തകർത്ത് കിരീടവും ചെങ്കോലും വാളും പരിചയം
വർഗീയതയുമായി രാജ്യത്തെ അടക്കി ഭരിക്കുവാൻ വേണ്ടി വന്ന ഒരു ചക്രവർത്തിയുടെ വീഴ്ചയായിട്ട് അയോധ്യയിൽ നരേന്ദ്രമോദി പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ജന്മസിക്കുന്ന രാമലല്ലയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അത് ബിജെപിയുടെ ഹിന്ദുക്കളായ സ്ത്രീകളുടെ കെട്ടുതാലി വരെ ഊരിയെടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കും. മുസ്ലിങ്ങൾ ഇങ്ങനെ പെറ്റുപെരുകി കൂട്ടുന്നത് രാജ്യത്തിന്റെ സ്വത്ത് കൈവശപ്പെടുത്താനാണ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ, പച്ചയ്ക്ക് മുസ്ലിം വിരുദ്ധത പറഞ്ഞ രാജസ്ഥാനിലെ ബൻസ്വര മണ്ഡലത്തിൽ ബിജെപിയുടെ മഹേന്ദ്രജിത് സിംഗിനെ പരാജയപ്പെടുത്തിയത് ആദിവാസി പാർട്ടി നേതാവായ ഇന്ത്യ സഖ്യത്തിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള രാജ്കുമാർ ആണെന്ന് പറയുമ്പോൾ അതിനപ്പുറം ആനന്ദിക്കുവാൻ എന്താണ് ഈ രാജ്യത്തെ ഒരു മതേതര വിശ്വാസിക്ക് വേണ്ടത്? ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശാണല്ലോ അബ്കി ബാർ 420 എന്നാണല്ലോ പറഞ്ഞത്. 400-ലധികം സീറ്റുകളുമായി 420 വരെ പറഞ്ഞ ദേശീയ മാധ്യമങ്ങളുണ്ട്. നരേന്ദ്രമോദിയുണ്ട്. 400-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ 80 സീറ്റും ഞങ്ങൾ നേടുമെന്ന് പറഞ്ഞ ഉത്തർപ്രദേശിൽ ഇപ്പോ ചില കേരളത്തിൽ തന്നെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹം വയനാട്ടിലല്ലാതെ വേറെ എവിടെയാണ് മത്സരിക്കുക? അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്. അതേ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന്റെ, നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശിൽ 3,90,030 വോട്ടിന് റായ്ബറേലിയിൽ ജയിച്ചപ്പോൾ അതേ സമയത്ത് കഴിഞ്ഞ തവണ 4,79,505 വോട്ടിന് ജയിച്ച നരേന്ദ്രമോദി ഇത്തവണ അജയ് റായ് എന്ന ഇന്ത്യ സഖ്യത്തിന്റെ നേതാവിനോട് തുടക്കം 1 മണിക്കൂറോളം വിയർത്ത് പിന്നിൽ നിന്ന് ഏറ്റവും ഒടുവിൽ 1,82,513 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം നേടുമ്പോ നരേന്ദ്രമോദി ഒരു അരമണിക്കൂർ അജയ് പിന്നിൽ തോറ്റു നിന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ നാണക്കേടാണ്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ആദ്യം നാണക്കേട് ബിജെപിക്കും നരേന്ദ്രമോദി. ഞാൻ എത്താം രാഹുൽ. ശ്രീ സന്ദീപ് വാര്യർ ഇവിടെ രാഹുൽ സന്ദീപ് വാര്യർ ഇവിടെ തൃശ്ശൂരിൽ NDA തുറന്ന BJP തുറന്ന അക്കൗണ്ടിന് അവിടെ പ്രവർത്തിച്ച ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ളതൊക്കെ നേതാവ് എന്നുള്ളതൊക്കെ സന്ദീപ് അഭിനന്ദനങ്ങൾ. പക്ഷേ ഇവിടെ ഈ ആലോചിച്ച് നോക്കൂ, അജയ് റായ് എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച മനുഷ്യരോട് വാരണാസിയിൽ മുട്ടിടിച്ച് ജയിക്കുകയാണ്. ആരാണ് ജയിക്കുന്നത്? നരേന്ദ്രമോദി. ഭൂരിപക്ഷം എത്രയാണ്? 5 ലക്ഷത്തിൽ 1.5 ലക്ഷം. നിങ്ങൾ കളിയാക്കുന്ന പപ്പു എന്ന് അധിക്ഷേപിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം റായ്ബറിൽ എത്രയാണ്? 4 ലക്ഷത്തോളം. വയനാട്ടിൽ എത്രയാണ്? 3.5 ലക്ഷത്തോളം. ശ്രീ സന്ദീപ് വാര്യർ, ഈ മോദി പ്രഭാവം ഒളിഞ്ഞടുങ്ങിയതിലൊരു സങ്കടമുണ്ടോ, വേദനയുണ്ടോ? സമയം തരണം. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ ദീർഘനേരം സംസാരിച്ചപ്പോൾ ഇടപെട്ടിട്ടുണ്ടില്ല. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഇടപെടില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും പറയാൻ വേണ്ടി സമ്മതിക്കുന്നു. ഒന്ന്, എല്ലാ തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളും രാജ്യത്ത് വ്യത്യസ്തമാണ്. രാജ്യത്തെ ജനവിധി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ജനവിധി എന്തായാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് മാന്യതയാണ്, മര്യാദയാണ്. അതുകൊണ്ട് തന്നെ ആ ജനവിധിയെ ഞങ്ങൾ പരിപൂർണമായിട്ടും അംഗീകരിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? രാജ്യത്ത് 10 വർഷം ഭരിച്ച സർക്കാർ, തുടർച്ചയായി 10 വർഷം ഭരിച്ച, 2 ടേം ഭരിച്ച ഒരു സർക്കാർ, ഒരു പ്രധാനമന്ത്രി, ഒരു മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മുന്നണിക്കൊപ്പം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഈ രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് 3ാമതും ഭരിക്കാനുള്ള മാൻഡേറ്റ് കൊടുത്തു. ഒരു പ്രീ പോൾ അലയൻസ് ആണ്, പോസ്റ്റ് പോൾ അലയൻസ് അല്ല. ഒരു പ്രീ പോൾ അലയൻസിന് പ്രധാനമന്ത്രി
നരേന്ദ്രമോദി നേതൃത്വം നൽകിയ പ്രീ പോൾ അലയൻസിന് ജനങ്ങൾ മൂന്നാമത് ഭരിക്കാൻ അനുമതി കൊടുത്തതിന് ശേഷം വിജയിച്ച് ഇതാ ഈ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഒരു ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ നയിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ഞങ്ങൾ എന്തോ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റത് മാതിരിയാണ് ഇവിടെ തോറ്റു നിൽക്കുന്നത് സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവർ വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില സീറ്റുകളിൽ മാത്രം ജയിക്കാനാണോ? അല്ലല്ലോ, ഇവർ ഈ രാജ്യം ഭരിക്കാൻ വേണ്ടി തന്നെ ജനങ്ങളോട് ജനവിധി നേടിയത്. ഇപ്പൊ ജനങ്ങൾ എന്ത് വിദ്യ കൊടുത്തു? ജനങ്ങൾ പറഞ്ഞു നരേന്ദ്രമോദി മൂന്നാമത് ഭരിക്കട്ടെ, അതിൽ ചില സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്, ചില സീറ്റുകൾ തോറ്റിട്ടുണ്ടാകും. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ആരാണ് ഇവിടെ പ്രധാനമന്ത്രിയാകുന്നത്? ആരാണ് ഭരിക്കാൻ പോകുന്നത്? അത് നരേന്ദ്രമോദിയാണ് ഭരിക്കാൻ പോകുന്നത്. അദ്ദേഹമാണ് പ്രധാനമന്ത്രിയാൻ പോകുന്നത്. എത്ര സീറ്റോടുകൂടി? BJPക്ക് മാത്രം കിട്ടിയിട്ടുള്ളത് 240 സീറ്റാണ്. ഇവരുടെ ഈ മുഴുവൻ 32 പാർട്ടികൾ ചേർന്ന മുന്നണിക്ക് അത്രയും സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് നോക്കണം. ഈ രാജീവ് ഗാന്ധി മരിച്ച കാലത്ത്, രാജീവ് ഗാന്ധി മരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആ സഹതാപ തരംഗത്തിൽ പോലും കോൺഗ്രസ് അന്ന് കിട്ടിയത് 232 സീറ്റായിരുന്നു. അപ്പൊ 2 തവണ തുടർച്ചയായി ഞങ്ങൾക്ക് പൂർണ്ണമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും ചോദ്യം ചോദിക്കാൻ പറ്റുന്നത്. 2014 നരേന്ദ്രമോദി 240 സീറ്റുമായി വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ചോദ്യം? എന്തായിരിക്കും വാർത്തയുടെ ഹെഡിങ്? എന്തായിരിക്കും? മോദി തരംഗം എന്നായേനെ. അപ്പൊ അന്നത്തെ സമയത്ത് 240 വലിയൊരു സംഖ്യയായിരുന്നു. ഞങ്ങളത് ക്രോസ് ചെയ്ത് സ്വന്തമായി 2 തവണ അധികാരത്തിൽ വന്നത് കൊണ്ടും എങ്കിലും അദ്ദേഹത്തെ 10 ദിവസം ഞങ്ങൾ NDA മുന്നണിയായിട്ട് തന്നെയാണ് ഭരിച്ചത്. ഞങ്ങൾ മുന്നണി ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ഇപ്പോഴും മുന്നണിയായിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. ആ മുന്നണിക്ക് ജനങ്ങൾ അംഗീകാരം നൽകി, ഭരിക്കാനുള്ള അനുവാദം നൽകി. ഇവിടെ ഇപ്പൊ നിങ്ങളെല്ലാവരും ചേർന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മോദി പരാജയപ്പെട്ടു, അദ്ദേഹം രാഷ്ട്രീയമായി വനവാസത്തിന് പോകേണ്ടി വരും, ഭരിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയാണ് പോകുന്നത്. സാധാരണ എല്ലാ പരീക്ഷകളും 90 മാർക്കുമായി ജയിക്കുന്ന ഒരു വിദ്യയാണ്. സ്വാഭാവികമായിട്ടും അടുത്ത മത്സരം 100 മാർക്ക് സർക്കാരുകൾ വരും പോകും രാജ്യം നിലനിൽക്കണം. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒക്കെ അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുകയും അവരെ വിശ്വാസിയെ പൊതുസമൂഹത്തിലും ലോകത്തിൽ നിന്ന് തകർക്കുകയും ഇന്ത്യൻ ഡെമോക്രസിയെ തന്നെ ഒരു പരിഹാസ്യമാക്കി മാറ്റാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ രീതിയിലുള്ള നറേറ്റീവ് ബിൽഡ് ചെയ്തിട്ടും ഈ തെരഞ്ഞെടുപ്പ് തോൽച്ച് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ഇവരുടെ പരിശ്രമം. പക്ഷെ എന്തുകൊണ്ടോ ഇവരുടെ മുന്നണിക്ക് 232 സീറ്റുകൾ കിട്ടിയത് കൊണ്ട് പരാതി പറയാനുള്ള അവസരം മൂന്നാമത് ഇല്ലാതിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ആരാണ് ഭരണഘടന അവഹേളിച്ചത്? ആരാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കാൻ ശ്രമിച്ചത്?
അതിനുകൂടി കിട്ടിയ പ്രഹരമാണ് കേട്ടോ നരേന്ദ്രമോദിക്ക് വാരണാസിയെ മുട്ടിടിച്ച് ജയിക്കുന്ന ജയം. അജ്മി അല്ല അജ്മി ഞാനൊരു കാര്യം പറയട്ടെ. ഈ രാജ്യത്ത് 100-ലധികം തവണ ഭരണഘടനയുടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഭരണഘടനയുടെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട് 100-ലധികം തവണ. അത് ഏറ്റവും അധികം തവണ നടത്തിയിട്ടുള്ള കോൺഗ്രസ് ആണ്. അത് മാത്രമല്ല രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടച്ച് കോടതികളെ ഇല്ലാതാക്കിയ ശേഷം അവിടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ വരെ അമെന്റ്മെന്റ് ചെയ്ത ആളുകളാണോ ഞങ്ങൾ ഭരണഘടന മാറ്റുമെന്ന് പറയുന്നത്? ഞങ്ങൾക്ക് നേരത്തെ അമെന്റ്മെന്റ് കൊണ്ടുവരാനുള്ള ഭൂരിപക്ഷം ഉണ്ടായില്ല. ഞങ്ങൾക്ക് 400 സീറ്റ് എന്തിനാണ് ഭരണഘടന തിരുത്താനെന്ന് പറഞ്ഞതാണ്, ഭരണഘടന പ്രഖ്യാപിച്ചതാണ്. ആരാണ് ഹെഗ്ഡെ? കർണാടകയിലെ MP ഹെഗ്ഡെ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഭരണഘടന തിരുത്തിയതാണല്ലോ. ഞങ്ങൾ കഴിഞ്ഞ തവണ തിരുത്തിയതാണല്ലോ. നിങ്ങൾ കണ്ടതല്ലേ ആർട്ടിക്കിൾ 370 എങ്ങനെ അബ്രോഗേറ്റ് ചെയ്തത്? അത് ഭരണഘടനയിൽ മാറ്റം വരുത്തിയതല്ലേ? ഞങ്ങൾ നടത്തിയില്ലല്ലോ. ആവശ്യമുള്ള സമയത്ത് ഭരണഘടന പരിഷ്കരിക്കാൻ ഭരണഘടന അവകാശം കൊടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം തരണം എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത്? ആ ഭൂരിപക്ഷം രാജ്യം തന്നില്ല. ഭരണഘടന പരിഷ്കരിക്കാൻ ഭരണഘടനയെ തൊടാനുള്ള ഭൂരിപക്ഷം രാജ്യം തന്നില്ല. ഭരണഘടനയെ തൊടാനുള്ള ഭൂരിപക്ഷം രാജ്യം തന്നില്ല എന്നുകൂടി കഴിഞ്ഞ 2 തവണ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തു. അതിനുള്ള പരിഹാരം തരുന്നുണ്ട് രാജ്യം ഇത്തവണ. ഇനി ചെയ്യണ്ട എന്നാണ് അശ്മി. അതല്ല അശ്മി, ഒരു സെക്കൻഡ്. അല്ല അശ്മി അങ്ങനെയല്ല. ആര് പറഞ്ഞു ചെയ്യില്ല? കഴിഞ്ഞ തവണ 2 തവണയും ഞങ്ങൾ അധികാരം കിട്ടിയ സമയത്ത് GST ഉൾപ്പെടെ അതല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ ഉൾപ്പെടെ ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പാർലമെന്റിൽ കൺസെൻസസ് അത് NDA മാത്രമല്ല NDA+ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടികൾക്ക് പുറത്തു നിൽക്കുന്നവർ പോലും ഇവൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള അവരുടെ മുന്നേറ്റ ഭാഗമായിട്ടുള്ള ആളുകൾ പോലും ഞങ്ങളെ പിന്തുണച്ചതിന് ശേഷം ഞങ്ങൾ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തവണയും അത് ചെയ്യാൻ സാധിക്കും. അതിന്റെ തർക്കമുള്ളത് പാർലമെന്റ് ഫോർ മാനേജ്മെന്റ് എന്ന് പറയുന്ന വേറൊരു രീതിയാണ്. ഇവിടെ ഒരു ഉദാഹരണം പറയാം. കേരളത്തിലെ ചില മുസ്ലിം ലീഗ് അംഗന്മാർ ദുബായിൽ കല്യാണത്തിന് പോയി ഓർമ്മില്ലേ? എങ്ങനെ സാധിച്ചു? കേരളത്തിലേക്ക് എത്താം. അതിനു മുൻപ് ഇവിടെ ഈ രാഷ്ട്രീയം BJP, കോൺഗ്രസ്, CPM എന്നതിനൊക്കെ അപ്പുറം ഇവിടെ ജനാധിപത്യ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഈ ജനാധിപത്യം ഏകാധിപത്യത്തിന് കീഴ്പ്പെടുന്നു. ഈ ജനാധിപത്യം ചരിത്രത്തിൽ That's what she's saying. You don't need the bell. We can hear your brakes. No, I'm like dog, just to careful. Yeah, I'm afraid of dogs. Sorry about that. ഒരു ഭയവുമില്ലാതെ പൂണ്ടുവളയാടുന്നോ, നിയമവ്യവസ്ഥ പോലും ആ ഭയത്തിന്റെ കീഴിലെ ഒതുങ്ങുന്നോ എന്ന ഒരു പേടിയുടെ ഒരു പുകമറ, ഒരു പേടിയുടെ ബെല്ലിന്റെ ആവശ്യമില്ല, ബ്രേക്ക് കേൾക്കുന്നുണ്ട്. ആര് ഭരിക്കട്ടെ, സഭയിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാകും. തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഒരു കാർമേഘം എല്ലാ ജനാധിപത്യ വിശ്വാസികളും വായിച്ച് കേട്ടറിവുണ്ടായിട്ടും ഈ ജനാധിപത്യത്തിന്റെ മഹാവിസ്മയം എന്നേക്കുമായി കെട്ടടങ്ങി പോകുന്നു. എല്ലാവരും ഭയത്തിന്റെ കീഴിലാകുന്നു. അന്വേഷണ ഏജൻസികൾ ഒരു ഭയവുമില്ലാതെ പൂണ്ടുവളയാടുന്നു. നിയമവ്യവസ്ഥ പോലും ആ ഭയത്തിന്റെ കീഴിലെ ഒതുങ്ങുന്നു എന്ന ഒരു പേടിയുടെ ഒരു പുകമറ, ഒരു പേടിയുടെ കരിമേഘം നിറഞ്ഞിരുന്നു പോയ കാലത്ത്. ആ കരിമേഘം മാറി തുടങ്ങി. ആര് ഭരിക്കട്ടെ, സഭയിൽ ഒരു പ്രതിപക്ഷമുണ്ടാകും. സജീഷ്, തീർച്ചയായും നമ്മുടെ രാജ്യത്ത് ഒരു കാർമേഘം എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും മതേതര വിശ്വാസികളുടെയും മനസ്സിന് മുകളിൽ ഉയർന്നു നിന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആ കാർമേഘം മാഞ്ഞുപോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ BJPയുടെ പ്രതിനിധി കുറേയേറെ കാര്യങ്ങൾ സംസാരിച്ചു. അവർക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായിട്ടില്ല. അവർക്ക് 240 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഈ NRC ഒക്കെ കൊണ്ടുവന്നാൽ ഈ മറ്റൊരു മാറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് പോവും, ഇത് വീഴും ഗവൺമെൻറ്.
രാഷ്ട്രധർമ്മ പാലം കരുവെന്നാണ്. രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചു പോകണം എന്നെല്ലാം പറയുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൂടി സന്ദീപായിട്ട് ഓർമ്മിച്ച് നന്നായിരിക്കും. ഒരുപക്ഷെ ആ രാഷ്ട്രധർമ്മ പാലം കരുവ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഇവിടെ എങ്ങനെയായിരുന്നു ജനാധിപത്യത്തിന് എന്തെങ്കിലും സംവിധാനങ്ങൾ ഇവിടെ രാജ്യത്ത് കുറെ കാലമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. കാശ് കൊടുത്ത് അവർ വാങ്ങിവെച്ച കുറെ മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള വാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ തെറ്റിദ്ധരിപ്പിക്കലും, അതിന്റെ ഭാഗമായി എന്താണോ അവർ നിശ്ചയിക്കുന്നത് അതിനനുസരിച്ചുള്ള സർവേകൾ, അതിനനുസരിച്ചുള്ള പരിപോഷിപ്പിക്കൽ, ഇതെല്ലാമായിരുന്നല്ലോ ഒരു വശത്ത് മാധ്യമങ്ങൾ. തെറ്റായ ഒരു കാര്യവും ഈ രാജ്യത്ത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മുഖ്യധാര മാധ്യമങ്ങൾ വന്നില്ല. ഇതെല്ലാം നമ്മൾ കണ്ട കാഴ്ചയാണ്. ഓരോ മാധ്യമങ്ങളെയും വിലക്കെടുക്കുകയാണ്. പുറക്കെടുത്ത് വരുമ്പോൾ മാധ്യമങ്ങൾ പോലും അറിയാതെ അവരുടെ ഷെയറുകൾ പോലും അംബാനി, അദാനി ആ ഗ്രൂപ്പ് വാങ്ങി മോദിക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഭരണഘടനാ സ്ഥാപനങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസത്തെക്കുറിച്ച് സന്ദീപായിട്ട് പറയുകയാണ്. ഇന്ത്യ നല്ലവണ്ണം കാവൽ നിന്നുകൊണ്ടാണ്, ഈ രാജ്യം നന്നായി കാവൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തായിരിക്കുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നത് തന്നെ ഉള്ളൂ. നല്ല കാവൽ നിന്നു. ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, പലതും ഉണ്ടാകാം. പക്ഷേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഈ രാജ്യം രക്ഷിക്കണം, ഈ രാജ്യം രക്ഷപ്പെടണം. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ സന്ദീപ് പറഞ്ഞത് ഒരുപാട് കക്ഷികൾ ചേർന്ന കൂട്ടുകെട്ട്. ആ കക്ഷികളെല്ലാം ആഗ്രഹിക്കുന്നു. വൈവിധ്യങ്ങളുണ്ട് ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളാണ് ഇന്ത്യ മുന്നണി ഉൾപ്പെടെ. സ്ഥാനാർത്ഥിത്വം ഏകത്വം എന്ന് പറയുന്നത് പോലെ വിവിധ ആശയധാരകളുള്ളവർ, വിവിധങ്ങളായ രീതിയിൽ ജീവിക്കുന്നവർ, അവരെല്ലാം ചേർന്നുകൊണ്ട് എങ്ങനെയാണോ നമ്മുടെ രാജ്യം ഇന്ത്യയായി നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ രാജ്യത്തെ തുടർന്നും സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് മിക്കവാറും സുരേഷ് ഗോപിന് മന്ത്രിപദം ഒന്നും കിട്ടൂല. തത്വമില്ല. നിങ്ങൾ ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന വർഗീയ വലതുപക്ഷ നയങ്ങൾ, ഒരു വശത്ത് കോർപ്പറേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് പണമുണ്ടാക്കുക, ആ പണത്തിന്റെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുക, പ്രലോഭിക്കുക, കൂടെ നിർത്തുക, ഇതൊക്കെയാണ് ഒരു വശത്ത് ചെയ്തത്. മറ്റൊരു വശത്ത് ഭീഷണിപ്പെടുത്തലായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്ന ഏത് കക്ഷിയുണ്ട് നിങ്ങളല്ലാതെ ഈ രാജ്യത്ത്? ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് ചർച്ചകളിലെല്ലാം മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി ഭൂരിപക്ഷമില്ലെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് സാങ്കേതിക പ്രശ്നമുണ്ട്. തിരികെ എത്താം. എന്തായാലും SK സതീഷ് പറയുന്നത് പോലെ ഇനി ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങളെ ഇവർ വിലക്കെടുത്തു എന്ന് പറഞ്ഞാൽ പോലും ധൂറാഠി എന്നൊരു ചെറിയ പയ്യൻ ഉണ്ടാക്കി ഇമ്പാക്ട് നമ്മൾ കണ്ടതല്ലേ. ജനാധിപത്യ ഇന്ത്യയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലൂടെ BJPക്ക് പൂർണ്ണമായി നിരാശപ്പെടാനുണ്ടോ? ഇല്ല. അവർ തന്നെ ഭരിക്കാൻ പോകുന്നു. അവർ തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. പോരാട്ടത്തിന് കേരളത്തിൽ സുരേഷ് ഗോപിയിലൂടെ കേരളമടക്കം അവർ അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ പോലും വ്യക്തി ഹൃദയഭൂമിയിൽ പല സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞ ഫൈസാബാദ് അടക്കം പല സ്ഥലങ്ങളിലും അടിമതർന്നു. വാരണാസിയിൽ നരേന്ദ്രമോദി അജയ് റായ്ക്ക് എതിരില്ലാവുന്ന പല ഘട്ടത്തിൽ തട്ടിപ്പാണ് എന്നുള്ള തരത്തിൽ. അങ്ങനെയാണെങ്കിൽ EVM-നെ ആദ്യമായി സംശയിച്ചത് നമ്മളാരെങ്കിലുമാണോ? 2009 അദ്ദേഹം LK അദ്വാനിയെ അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ശ്രീ LK അദ്വാനിയാണ് EVM-ന്റെ ആധികാരികതയെ ആദ്യം ചോദ്യം ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ ശ്രീ LK അദ്വാനിയാണ്. അപ്പൊ LK അദ്വാനി EVM-നെ ചോദ്യം ചെയ്യുമ്പോൾ അത് സ്വീകാര്യമാണ്, ബാക്കിയുള്ള ആളുകൾ ചോദ്യം ചെയ്യുമ്പോൾ സ്വീകാര്യമല്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ന്യായമാണ്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഒന്ന് എടുത്തു പരിശോധിക്കൂ ശ്രീ ഹാഷ്മി. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ഏതെങ്കിലും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അത്തരത്തിൽ നിഷ്പക്ഷത വെച്ച് പുലർത്തിയിട്ടുണ്ടോ? 15 ഇടങ്ങളിലാണ് കടുത്ത വർഗീയത. ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത സമുദായത്തെ അങ്ങേയറ്റം നികഴ്ത്തിക്കൊണ്ട്, അവരെ പാർശ്വവൽക്കരിച്ചുകൊണ്ട്, അവരെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികളായി ചിത്രീകരിച്ചുകൊണ്ട്, ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട്